ഓം ശാന്തി. മറ്റുള്ളവരുടെ മനസ്സിൻ്റെ മേലെ നിയന്ത്രണം ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് വലിയൊരു കലയാണ്. പെർഫെക്റ്റ് വേയിൽ തോട്ട് റീഡേഴ്സായിട്ടുള്ള കുറേ ആൾക്കാരുള്ള ലോകത്താണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മൈൻഡിൻ്റെ മേലെ കൺട്രോൾ ചെയ്തുകൊണ്ട് നിങ്ങളെക്കൊണ്ട് നിങ്ങൾ വിചാരിച്ച കാര്യം പറയുക, നിങ്ങൾ എഴുതിയ വാക്കുകൾ പറയുക, അല്ലെങ്കിൽ അവർ വിചാരിക്കുന്നതായിരിക്കുന്ന കാര്യം നിങ്ങളെക്കൊണ്ട് ചെയ്യിപ്പിക്കുക. ഇങ്ങനെയൊക്കെ പെർഫെക്റ്റായിരിക്കുന്ന കുറേ ട്രിക്സ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അതൊന്നുമല്ല ഞാൻ നിങ്ങളെക്കൊണ്ട് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. നോർമൽ ലൈഫിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കളും അല്ലെങ്കിൽ നമ്മുടെ കുടുംബം, നമ്മുടെ ഫാമിലി, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ പേഴ്സണൽ ലൈഫ്, പ്രൊഫഷണൽ ലൈഫ്, ഇങ്ങനെ ജീവിതത്തിലുടനീളം യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മളോട് താല്പര്യമില്ലാത്തതും അല്ലെങ്കിൽ നമ്മളോട് കൂടെ ചേരാൻ ആഗ്രഹമില്ലാത്തതുമായിരിക്കുന്ന ഒരുപാട് ആളുകൾ നിങ്ങൾ കാണാറുണ്ട്. എസ്പെഷ്യലി ഒരു ടാസ്ക് ചെയ്യണമെങ്കിൽ, വീട്ടിലൊരു ഉത്സവം വരികയാണ്, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വീട്ടിലൊരു ഫെസ്റ്റിവൽ വരികയാണ്, വീട് മുഴുവൻ നമുക്ക് ക്ലീൻ ചെയ്ത് നീറ്റാക്കി റെഡിയാക്കി ഫുഡ് ഉണ്ടാക്കി എല്ലാം ചെയ്യണം. എല്ലാവരുടെയും ഒന്ന് കൈ നീണ്ടു കിട്ടിയാൽ ഇതൊരു ഉത്സവമായി. ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വന്നാൽ അതൊരു കഷ്ടമായി. രണ്ടുമല്ലേ, ശരിയല്ലേ? അത് അച്ഛന്മാർക്കാണെങ്കിലും അമ്മമാർക്കാണെങ്കിലും എല്ലാ കാര്യത്തിലും മറ്റൊരാളുടെ കൈ കൂടെ കിട്ടിക്കൊണ്ട് അഥവാ ഒത്തുചേർന്നു കൊണ്ടൊരു കാര്യം ചെയ്യാൻ സാധിക്കുമ്പോൾ അതിൻ്റെ ആനന്ദം ഒന്ന് വേറെ തന്നെയാണ്. അതുകൊണ്ട് കൂട്ടത്തിൽ കൂടുമ്പോൾ ഇമ്പമുണ്ടാവാൻ വേണ്ടിക്കൊണ്ട് മറ്റുള്ളവരുടെ മനസ്സിനെ ജയിക്കാൻ അഥവാ മറ്റുള്ളവരെ കൊണ്ട് കാര്യങ്ങൾ എങ്ങനെ ചെയ്യിപ്പിക്കണം എന്നതായിരിക്കുന്ന ഒരു ടെക്നിക്ക് കിട്ടുകയാണെങ്കിൽ അത് വളരെ ഈസി ആയിട്ട് നമ്മുടെ ഫാമിലീനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ സഹായിക്കുമല്ലോ. അങ്ങനെ ഒരു ചെറിയ വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഒരാളുടെ മനസ്സിനെ ഏത് രീതിയിൽ കൺട്രോൾ ചെയ്യണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അവരുമായിട്ട് അടുത്ത് ഇടപഴകുന്നതിലൂടെയാണ് സാധിക്കുക. ഇത് നമ്മുടെ ക്ലോസ് ഫാമിലി സർക്കിൾസിലാണെങ്കിൽ. എന്നാലും ചില കുട്ടികൾ, ചില ആളുകൾ എന്ത് പറഞ്ഞാലും എതിർക്കാൻ നിൽക്കുന്നൊരു ടീമിൻ്റെ കൂടെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിലോ അവിടെ ഈ ട്രിക്ക് നിങ്ങൾ ഒരുപാട് സഹായിക്കും. പലപ്പോഴും ഞാൻ കുട്ടികളിൽ ചെയ്തു നോക്കാറുള്ളൊരു സിമ്പിൾ ടെക്നിക്കാണ് ഇത്. നിങ്ങളും പലപ്പോഴും ചെയ്യുന്നുണ്ടായിരിക്കാം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, മടിയന്മാരായിട്ടും പറഞ്ഞാൽ അതിന് വില വയ്ക്കാത്തതായിരിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരെ കൊണ്ടുവന്നത് കഴിയില്ല കേട്ടോ. ഒരു റിവെഞ്ച് സൈക്കോളജി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നിങ്ങളെക്കൊണ്ടത് സാധിക്കില്ല എന്ന് ഞാനൊരു പ്രസ്താവന ഇറക്കുമ്പോൾ ഞാൻ പറയുന്ന കാര്യം തെറ്റാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിക്കൊണ്ട് അത് ഏറ്റവും നന്നായി ഞാൻ ചെയ്ത് കാണിക്കുമെന്നൊരു വാശി അവരോട് ജനിച്ചു വരുമല്ലോ. ഒരുപാട് കുട്ടികൾക്ക് ഈ ഒരു നേച്ചർ കാണാറുണ്ട്. കുട്ടികൾക്കാവട്ടെ വലിയവർക്കാവട്ടെ ഒക്കെ കാണാറുണ്ട്. അതുകൊണ്ട് നമ്മൾ സംസാരിച്ചിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാത്ത ഒരാളുടെ സപ്പോർട്ട് എടുക്കണം എന്നൊരു സമയം വരികയാണെങ്കിൽ അത് ശരിയാവില്ല, അവർക്ക് കൊടുക്കണ്ട എന്ന് നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് തന്നാൽ എന്താ കുഴപ്പം എന്നായിരിക്കും അവരുടെ ഭാഗത്തുനിന്നുണ്ടാവുന്ന ചിന്ത. അതോടുകൂടി തന്നെ അതിനെ ഏറ്റവും നന്നായിട്ട് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിക്കൊണ്ട് അവർ ശ്രമിക്കും. അതുകൊണ്ട് ഒരു ടാസ്കിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ നേച്ചറുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ആക്ച്വൽ കൊടുക്കേണ്ട കാര്യമായിരിക്കാം. അതിന് നമ്മൾ അവരെ കൊണ്ടൊന്നും അത് ചെയ്യാനാവില്ല എന്നൊരു പ്രസ്താവന ഇറക്കി നോക്കിയേ 90% ആൾക്കാരും അതോടുകൂടിയിട്ട് ഞാനത് ചെയ്യും എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറും. മറ്റൊന്ന്, ഇനി അങ്ങനെ പറഞ്ഞാൽ കേൾക്കാത്തവരാണെങ്കിൽ വേണ്ട അത് ചെയ്താൽ നിങ്ങൾക്ക് ബോറടിക്കുമായിരിക്കും, നിങ്ങൾക്ക് കഷ്ടമാവുമായിരിക്കും, അത് വേണ്ടട്ടോ എന്ന് പറഞ്ഞാൽ എനിക്ക് ബോറടിക്കൊന്നുമില്ല കേട്ടോ, ഞാനത് ചെയ്ത് കാണിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കാണാം. ഈ രണ്ട് വാചകങ്ങളും നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ബോറടിക്കുമായിരിക്കും, വേണ്ട ഞാൻ വേറൊരാളെ കണ്ടെത്താമെന്ന് പറഞ്ഞാൽ അല്ല ഞാനത് ചെയ്യാമെന്ന് പറയും. മറ്റൊന്ന്, നിങ്ങളെ കൊണ്ടതാവില്ല എന്ന് പറഞ്ഞാൽ അതെനിക്കാവും എന്ന് പറയാൻ വേണ്ടിക്കൊണ്ട് ചെയ്ത് കാണിക്കുന്ന രണ്ട് ടെക്നിക്ക് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഒരെണ്ണം എന്താണെന്ന് വെച്ചാൽ, മറ്റുള്ളവരെ കൊണ്ട് ഓപ്ഷൻ കൊടുത്ത് ചെയ്യിപ്പിക്കുക. അതായത് ചെയ്തേ പറ്റൂ എന്നുള്ള കാര്യം ഉറപ്പാണ്, അത് അവർ തന്നെ ചെയ്യണം. പക്ഷെ എന്ത് പറയുക, ഇത് ഇനിയിപ്പോൾ ഇന്ന് നിങ്ങൾക്കൊണ്ട് സാധ്യമല്ല എന്നുണ്ടെങ്കിൽ നാളെ ചെയ്താലും മതി. ഇങ്ങനത്തെ കാര്യം പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നാളെ ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള കാര്യം പറയാൻ നാളെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിക്കൊണ്ടാണ് ഈ ടെക്നിക്ക് യൂസ് ചെയ്യേണ്ടത്. എന്ത് പറയണമെന്ന് വെച്ചാൽ സാരമില്ല, ഇന്ന് വേണം നിർബന്ധമില്ല, ഇന്ന് ചെയ്യേണ്ടതാണ്, കുഴപ്പമില്ല, നാളെ ചെയ്താലും മതി ഇട്ടോ എന്ന് പറയാം. എന്ന് ചിലർത്ത് നാളെ ചെയ്തിരിക്കണം എന്നത് അണ്ടർസ്റ്റുഡ് ആണല്ലോ. അങ്ങനെ നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നാളെ ഇന്ന് വേണ്ട നാളെ ഞാൻ ചെയ്തോളാം എന്നൊരു ഓപ്ഷൻ അവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വരും. ആ കാര്യം അവർ ചെയ്യുകയും ചെയ്യും. ഇത് സിമ്പിളായിട്ട് ഈ ലാംഗ്വേജ് നമ്മൾ ബൈ 1 get 1 ഫ്രീ എന്നൊക്കെ കാണുന്നുണ്ടല്ലോ. വലിയ ലാഭമൊന്നും ഉണ്ടാവില്ല. എന്നാലും നമ്മൾ എന്ത് ചെയ്യും, ഒരെണ്ണത്തിൻ്റെ വിലയ്ക്ക് 2 എണ്ണം കിട്ടുന്ന കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഓടിപ്പോയിട്ട് 2 എടുക്കുന്നതായിട്ടുള്ള സ്ഥലത്ത് പോയി വാങ്ങും പോലെയാണ് ഇതും ഒരു ടെക്നിക്ക്. കുറച്ച് ഒന്ന് നിങ്ങൾ ഇതല്ലെങ്കിൽ അത് നിങ്ങൾ എടുത്തോളൂ പറഞ്ഞാൽ
ഓക്കെ അവർ ചെയ്യേണ്ട കാര്യമാണെന്ന് പറഞ്ഞതിൻ്റെ വേറൊരു ഭാഷയാണ് പറഞ്ഞത്. ഇന്നല്ലെങ്കിൽ നാളെ നീ തന്നെ ചെയ്തോളണം എന്ന് പറഞ്ഞാൽ ചെയ്യാതിരിക്കാനുള്ള മാക്സിമം വഴി അവർ നോക്കുമെങ്കിൽ, ഇന്ന് വേണമെന്നില്ല നാളെ ചെയ്താലും മതി കേട്ടോ എന്നൊരു ഓപ്ഷൻ കൊടുത്താൽ, എന്നാൽ പിന്നെ നാളെ ഞാൻ ചെയ്തോളാം എന്ന ഒരു പോസിറ്റീവ് അപ്രോച്ച് അവരുടെ അടുത്ത് നമുക്ക് കിട്ടും. ഇത് മൂന്നാമത്തേതായിട്ടുള്ള ടെക്നിക്ക്. പിന്നെ നാലാമതൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾ നിങ്ങളുടെ അടുത്ത് ശരിക്കും അവരുടെ ഹൃദയത്തിനുള്ളതായിട്ടുള്ള ഫീലിങ്സ്, വിഷമങ്ങൾ, സങ്കടങ്ങൾ വരുമ്പോൾ, കാര്യമുള്ള കാര്യത്തിനാവാം, കാര്യമില്ലാത്ത കാര്യത്തിനാവാം, പക്ഷേ ഒരാൾ സങ്കടം വന്ന് നിൽക്കുന്ന സമയത്ത് ആ സങ്കടത്തിന് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമെങ്കിൽ, അങ്ങനെ വിഷമം വരുന്ന സമയത്ത് ഒരു താങ്ങ് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ, അവർക്ക് എല്ലാ കാലത്തും നിങ്ങളൊരു പോസിറ്റീവ് ആയിരിക്കുന്ന ആറ്റിറ്റ്യൂഡായിരിക്കും ഉണ്ടായിരിക്കുക. എനിക്ക് വിഷമം വരുമ്പോഴൊക്കെ താങ്ങാവാൻ ഒരാളുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ, അഥവാ വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ ഇമോഷൻസിനെ ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, നിങ്ങൾ പറയുന്ന കാര്യത്തിനായിരിക്കും ആ ഗ്രൂപ്പിനുള്ള ഏറ്റവും അധികം വാല്യൂ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് ഇത് റിലേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിക്കൊണ്ട്, അഥവാ നല്ല ബന്ധങ്ങളെ ഉണ്ടാക്കാൻ വേണ്ടിക്കൊണ്ട്, നല്ല ഒരു സമർപ്പണം മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിക്കാൻ വേണ്ടിക്കൊണ്ടുള്ള നമ്പർ 1 മെത്തേഡാണ് ഒരാളുടെ സങ്കടം പറയുമ്പോൾ പരിഹസിക്കാതെ, കളിയാക്കാതെ, അല്ലെങ്കിൽ അതിനെ കുത്തിപ്പറയാതെ അവരെ ഫീലിംഗ് എന്താണോ ആ ഫീലിങ്ങിനെ അതുപോലെ സ്വീകരിക്കാനുള്ളതായിരിക്കുന്ന ഒരു ടെക്നിക്ക്. ഇത് ബന്ധങ്ങളെ സുഖപ്പെടുത്തുകയും ചെയ്യും, സമയത്ത് അതൊക്കെ നമ്മുടെ അസറ്റ് പോലെ നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യും. നമുക്ക് നിവൃത്തിയില്ലാത്തൊരു ഘട്ടം വന്നാൽ ഇങ്ങനെയുള്ള ആളുകൾ നമുക്ക് ഏറ്റവും വലിയ അസറ്റായിട്ട് നമ്മുടെ കൂടെ നിൽക്കും. പിന്നെ വേറൊരു കാര്യം ചെയ്യേണ്ടത്, ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഇത്തരം ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ, അഥവാ ഇമോഷൻസിനെ നിങ്ങൾ വാല്യൂ ചെയ്യാൻ തുടങ്ങുമ്പോൾ അവരുമായിട്ടൊരു കണക്ഷൻ നമുക്ക് ക്രിയേറ്റ് ആവും. കണക്ഷൻ ക്രിയേറ്റ് ആവുമ്പോൾ ഇനി ഒരാൾ നമുക്ക് കുറച്ച് സമയത്തേക്ക് നമ്മുടെ കൂടെ ആക്കിയേ പറ്റൂ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഒരു മിററിങ് എഫക്റ്റ് എന്ന് പറയും. അവർക്ക് എന്താണോ ഇഷ്ടം അതുപോലെ നിങ്ങൾ ചെയ്യുന്നു, അവർക്ക് എന്താണോ താല്പര്യം അതുപോലെ നിങ്ങൾ പറയുന്നു. അവർക്ക് സംഗീതത്തിലാണ് താല്പര്യം, നിങ്ങളും സംഗീതം കേൾക്കാനായിട്ട് താല്പര്യം കാണിക്കുന്നു. അവർക്ക് ഡാൻസിലാണ് താല്പര്യം, അതിൽ കാണിക്കുന്നു. അവരുടെ ഇൻട്രസ്റ്റുകൾ നിങ്ങളുടെ ഇൻട്രസ്റ്റുകളാണ്, അവരുടെ താല്പര്യങ്ങൾ നിങ്ങളുടെ താല്പര്യങ്ങളാണ്, അവർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾക്കും ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെ കുറച്ച് സമയം നിങ്ങളൊരു റിലേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഇൻട്രസ്റ്റുകൾക്ക് നിങ്ങളൊരു സപ്പോർട്ട് കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ അവർ നിങ്ങളെ സ്വീകരിക്കുകയും അവരെന്താണോ വേണ്ടത്, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ അവർ തയ്യാറാവുകയും ചെയ്യും. അതുകൊണ്ട് ഇത് മറ്റുള്ളവരുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ളതായിട്ടുള്ള മെത്തേഡാണ്. ഇനി അവസാനം ഞാൻ പറയാൻ പോകുന്ന ഒരു മഹാൻ വിദ്യയാണ്. പരമാത്മ മഹാവാക്യത്തിൽ എന്നും നമ്മൾ പഠിപ്പിക്കുന്നതാണ്. ഈശ്വര്യ വിശ്വവിദ്യാലയത്തിൽ ഭഗവാന്റെ വാക്യം ഞാൻ അങ്ങനെ തന്നെ പറയുകയാണ്, മനസ്സിൻ്റെ ആര് മന്മനാഭവ ആകുന്നുവോ അവർക്ക് മറ്റുള്ളവരുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കും, മറ്റുള്ളവരുടെ മനസ്സിനെ അറിയാനായിട്ട് സാധിക്കുമെന്ന്. നമ്മുടെ മനസ്സിലെ ചിന്തകൾ കൊണ്ട് മറ്റൊരാളെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ മേലെ കൺട്രോളിങ് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. മനസ്സിൻ്റെ മേലെ കൺട്രോളിങ് കൊണ്ടുവരാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ മനസ്സിൽ എന്ത് ചിന്തിക്കുന്നു ആ ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിപ്പിക്കുന്നതും ഒന്നാക്കി മാറ്റണം. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ വിചാരിക്കുകയാണ് എനിക്ക് വായിക്കണമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒരിക്കൽ വായിക്കാം എന്ന് മാറ്റി വെക്കരുത്. വായിക്കണം തോന്നണമെങ്കിൽ വായിക്കൂ, മെഡിറ്റേഷൻ ചെയ്യാൻ തോന്നുമെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യൂ, പാടാൻ തോന്നണമെങ്കിൽ പാടൂ. ബട്ട് ശ്രദ്ധിക്കണേ, ഇത് പറഞ്ഞതിൻ്റെ അർത്ഥം എപ്പോൾ എന്ത് തോന്നി അത് ചെയ്യാമെന്നല്ല. ബട്ട് നമ്മുടെ പ്ലാനിങ്ങിൽ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ ഇന്ന് വേണ്ട കാര്യം നാളത്തേക്ക് മറ്റന്നാളത്തേക്ക് മാറ്റി വയ്ക്കുമ്പോൾ, ഒരു പ്രാവശ്യം അതിനുവേണ്ടി മനസ്സുകൊണ്ട് തയ്യാറെടുത്ത് കഴിയുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് ഓട്ടോമാറ്റിക്കായിട്ട് ആ കാര്യം ചെയ്ത പോലൊരു ഫീല് വരും. രണ്ടാമത്തെ പ്രാവശ്യം അത് ചെയ്യുന്നതിനേക്കാൾ മുന്നേ നിങ്ങൾ മറന്നു പോയേക്കും, അല്ലെങ്കിൽ ചെയ്യുമ്പോൾ അതിൻ്റെ പെർഫെക്ഷൻ കുറഞ്ഞു പോയേക്കും. അതുകൊണ്ട് ചിന്തകളും പ്രവൃത്തിയും തമ്മിലുള്ളതായിട്ടുള്ള ഗ്യാപ്പ് കുറച്ചുകൊണ്ടേയിരിക്കുക. എന്ത് ചിന്തിക്കുന്നു അത് പ്രവർത്തിക്കുന്നു എന്നൊരു തലത്തിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ മേലെ നല്ലൊരു നിയന്ത്രണം കൊണ്ടുവരാൻ നമുക്ക് പറ്റും. നമ്മുടെ മനസ്സിൻ്റെ മേലെ കൺട്രോളിങ് കൊണ്ടുവന്നുകൊണ്ട് മനസ്സിൽ ഭഗവാനെ പ്രതിഷ്ഠിക്കാൻ സാധിക്കുമെങ്കിൽ മന്മനാഭവ എന്നതിനെയാണ് പറയുക. മനസ്സ് മന്മനാഭവാണെങ്കിൽ മറ്റുള്ളവരുടെ മനസ്സുകളെ വായിക്കാനും അവരുടെ മനസ്സിൻ്റെ ഭാവനകൾക്കനുസരിച്ച് അവർക്ക് വൈബ്രേഷനിലൂടെ അവരെ കൊണ്ട് നിങ്ങൾക്ക് അനുകൂലിയാക്കാനും സാധിക്കും. അവസാനം പറഞ്ഞത് ഒരു വലിയ മെത്തേഡാണ്. അത് ഒത്തിരി പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കേണ്ട സാധനമാണ്. ശ്രമിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈസിയസ്റ്റ് ആണ്. ബിക്കോസ് ഈ സമയം കലിയുഗത്തിൻ്റെ അന്തിമ സമയത്തിൽ സ്വയം ഭഗവാൻ എല്ലാവിധ വിദ്യകളും പഠിപ്പിക്കാൻ ഹാജരായ സമയം. അതുകൊണ്ട് മെഡിറ്റേഷൻ എന്ന മഹാവിദ്യയിലൂടെ മനസ്സിൻ്റെ മേലെ നിയന്ത്രണം
നിയന്ത്രണം നേടിയാൽ മറ്റുള്ളവരുടെ മനസ്സിന് മേലെ ഈസിയായി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നിങ്ങൾ പറയുന്ന വാക്കുകൾ, നിങ്ങളുടെ മനസ്സിൻ്റെ ആശയങ്ങൾ അവരുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാനും എല്ലാവരും നമുക്ക് അനുകൂലിക്കാനും സാധിക്കും. അത്രയ്ക്ക് എത്തും മുന്നേ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഈ ട്രിക്സ് ഉപയോഗിച്ചുകൊണ്ടും എല്ലാവരും നമ്മുടെ കൂടെ നിർത്താം. മനസ്സിനെ മന്മനാഭവ എന്ന മാർഗത്തിലൂടെ മനസ്സിനെ ശക്തിശാലിയാക്കി ചിന്തകൾ കൊണ്ട് മറ്റുള്ളവരെ കാര്യങ്ങൾ നടത്തിപ്പിക്കുന്ന വലിയ വ്യക്തിത്വങ്ങളാകട്ടെ നിങ്ങൾ ഓരോരുത്തരുമെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.